ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കായ മെഴുക്കുവരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതിന് ഇതേപോലത്തെ നമ്മൾ പച്ചക്കായ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. നമ്മുടെ നേന്ത്രക്കായൊക്കെ ഇല്ലേ, അതിൻ്റെ പച്ചയാണിത്. അത് നമുക്ക് ഇതേപോലെ നല്ല നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. എത്രത്തോളം നൈസായിട്ട് അരിയാൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് അരിയാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുക്കുക. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. കറി ഒന്നും വലിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു പാൻ അടുപ്പത്തേക്ക് വയ്ക്കാൻ നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കൊരു 5 ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ടൈമിൽ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി, അതാണ് കാണാത്തത്. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ തൃശ്ശൂർക്കാരുടെ സ്പെഷ്യാലിറ്റി ആയിട്ടുള്ള ചതച്ച മുളക് പൊടിയാണ് നമ്മളിതിൽ ചേർക്കുന്നത്. അപ്പോൾ അത് ഞാൻ 1.5 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ തന്നെ മഞ്ഞൾപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ കായ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. അതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ ഇത് 2 പേർക്ക് കഴിക്കാനുള്ള ഒരു അളവാണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ ഒരു 1-2 മിനിറ്റ് മൂടി വെച്ചിട്ട് വേവിക്കണം കേട്ടോ. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, പക്ഷെ കായ വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ വീണ്ടും ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് മൂടി വെച്ചിട്ട് വേവിക്കുകയാണ്. ഇതേപോലെ ഒരു 2-3 പ്രാവശ്യം ചെയ്യുമ്പോഴേക്കും കായ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പോൾ എനിക്കൊരു 8 മിനിറ്റോളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വേവാനായിട്ട്. കണ്ടോ, ഇതേപോലെ നന്നായിട്ട് വെന്ത് വരും. അപ്പോൾ അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കായ കുത്തിക്കാച്ചിയത് അല്ലെങ്കിൽ കായ മെഴുക്കുവരട്ടിയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു ഒറ്റ മെഴുക്കുവരട്ടി മാത്രം മതി കേട്ടോ കഴിക്കാനായിട്ട്. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.